ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് അവസാനിച്ചത്. സമയം അവസാനിക്കുമ്പോൾ ആകെ 290 സ്ഥാനാർത്ഥികളാണ് 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലായി പത്രിക സമർപ്പിച്ചത്. ഇതിൽ തന്നെ 499 പത്രികകൾ ആകെ ലഭിച്ചു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 8-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. ഓരോ മണ്ഡലത്തിലും ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മണ്ഡലം തിരുവനന്തപുരമാണ്. 22 സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൽ ചിലർ സ്ഥാനാർത്ഥികളുടെ അപരന്മാരായി മത്സരിക്കാൻ വരുന്നവരാണ്. വിമത സ്ഥാനാർത്ഥികളുടെ ശല്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് 22 സ്ഥാനാർത്ഥികളുണ്ട്. ആറ്റിങ്ങലിൽ 14, കൊല്ലത്ത് 15, പത്തനംതിട്ടയിൽ 10, മാവേലിക്കര 14, മാവേലിക്കരയിലും ആലപ്പുഴയിലും 14 വീതം, കോട്ടയത്ത് 17, ഇടുക്കിയിൽ 12, എറണാകുളത്ത് 14, ചാലക്കുടി 13, തൃശൂർ 15, ആലത്തൂരിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത്. 8 പേരാണ് അവിടെയുള്ളത്. പാലക്കാട് 16 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരരംഗത്തുണ്ട്. പൊന്നാനിൽ 20 പേരുണ്ട്. മലപ്പുറത്ത് 14, കോഴിക്കോട് 15, വയനാട്ടിൽ 12, വടകരയിൽ 14, കണ്ണൂരിൽ 18, കാസർഗോഡ് 13 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഈ അവസാന ദിവസമായ ഇന്ന് 252 പത്രികകളാണ് സംസ്ഥാനത്താകെ ലഭിച്ചത്. ശക്തമായ മത്സരം സംസ്ഥാനത്ത് പൊതുവിൽ ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുന്നു. പലയിടത്തും ത്രികോണ മത്സരമാണ്. നേരത്തെയൊക്കെ തിരുവനന്തപുരം എന്ന ഒറ്റ ലോക്സഭാ മണ്ഡലത്തിൽ ഒതുങ്ങിയിരുന്നു ത്രികോണ മത്സരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തിരുവനന്തപുരം ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പാണ്. പത്തനംതിട്ടയിൽ അതിശക്തമായ പോരാട്ടമുണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് പത്തനംതിട്ട. തൃശൂരിൽ വളരെ നേരത്തെ BJP പ്രചരണം ആരംഭിച്ച മണ്ഡലമാണ്. അവിടെ ഇത്തവണയും അതിശക്തമായ പോരാട്ടം പ്രതീക്ഷിക്കപ്പെടുന്നു. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും അതിശക്തരാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം. ആറ്റിങ്ങലിൽ നിലവിലെ MP, നിലവിലെ MLA, അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ 3 പേരും മത്സരിക്കുന്ന ആറ്റിങ്ങലിൽ ശക്തമായ പോരാട്ടമുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാസർഗോഡ് 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും. പാലക്കാട് 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം പോരാടുന്ന സ്ഥിതിയിലേക്ക് അവസാന റൗണ്ടിൽ കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് ഒരു ഡസനിലേറെ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോരാട്ടം. 3 മുന്നണികൾക്കും നിർണായകമായ തെരഞ്ഞെടുപ്പ്. ഇടതുമുന്നണിക്ക് കേരളത്തിൽ പരമാവധി സീറ്റുകൾ വിജയിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ദേശീയ പാർട്ടി എന്ന CPM-നും CPI-ക്കും ദേശീയ പാർട്ടി പദവി പോലും നിലനിർത്താൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇടതുമുന്നണിയെങ്കിൽ പോലും കോൺഗ്രസ് എന്ന നിലയിൽ അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിലൊന്ന്, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി കൂടി വയനാട്ടിൽ മത്സരിക്കാനെത്തുമ്പോൾ അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അവർക്ക് വിജയിച്ചെടുക്കണം. 400 സീറ്റ് സംസ്ഥാന ദേശീയ തലത്തിൽ പിടിക്കുമെന്ന് പറയുമ്പോഴും കേരളത്തിൽ ഒരു സീറ്റെങ്കിലും വിജയിച്ചെടുക്കുക എന്നത് BJPക്ക് അഭിമാന പോരാട്ടമാണ്. BJPയുടെ ദേശീയ നേതൃത്വം ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിക്കുന്ന തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളം BJPക്ക് ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ്, അഭിമാന പോരാട്ടം. അങ്ങനെ 3 മുന്നണികളും നിലനിൽപ്പിനായി പോരാടുമ്പോൾ കേരളത്തിൽ ഏറ്റവും ശക്തിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്.